ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 കപ്പ് 2.5 ടീസ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പോളം ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പോളം തന്നെ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ബ്രൗണിയുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടറൊക്കെ നന്നായിട്ട് ഗ്രീസ് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ബബിൾസൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. നോർമലായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഓവനിലോ പാനിലോ വെച്ചിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഐസ്ക്രീമും ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റ് സിറപ്പിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്